ആര് പറഞ്ഞത് ലാഭമില്ലെന്ന്? ഏറ്റവും നല്ല ബിസിനസ് ലാഭമല്ലേ? ഞങ്ങളിവിടെ ഏകദേശം 1 ലക്ഷം കുട്ടികൾ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊക്കെ തരണം ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ എത്തിക്കുന്നത്. ചേട്ടാ നമസ്കാരം. പറയും. നമസ്കാരം. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ട്രിവാൻഡ്രം റൂട്ടിലാണ്. കാട്ടാക്കടയ്ക്ക് 2 കിലോമീറ്റർ ഇപ്പുറം കിള്ളി കുരിശ്ശേരി ജംഗ്ഷനിൽ നിന്നും നമ്മുടെ മുസ്ലിം പള്ളിയിലോട്ട് വരുന്ന വഴിക്ക് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്നത്. റോഡ് സൈഡ് തന്നെയാണ്, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഫാം ഉള്ളത്. ഒറിജിനൽ മുറയാണോ? ഒറിജിനൽ മുറയാണത്. ഈ വീഡിയോ എല്ലാ പോത്തിന്റെ വീഡിയോകളിലും കാണുന്നവരെ പറയും നമുക്ക് കേരളത്തിൽ മുറ കിട്ടത്തില്ലെന്നാ പറയുന്നത്. അതാരാ പറഞ്ഞ? പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇല്ല, ഇത് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇറങ്ങി ചെയ്യുന്ന ബിസിനസ്സാണ്, നേരിട്ട് ചെയ്യുന്നവർ. ഒറിജിനൽ മുറയാണ്. ഇത് ഞങ്ങൾ വളർത്തിയതാണ്. ഈ നിൽക്കുന്നത് ഞങ്ങൾ വളർത്തിയെടുത്തതാണ്. ഇതുപോലത്തെ കുട്ടികൾ കൊണ്ടുവന്നതിനെ ഞങ്ങൾ വളർത്തി വലുതാക്കിയതാണ് ഈ കാണുന്നത്. ഇത് ഹരിയാനയാണോ അതോ? ഹരിയാനയാണ്. ഹരിയാന ഫുള്ള്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ വില വരുന്നത് കിലോ 180 രൂപയാണ് വരുന്നത്. കിലോ 180. അതെ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് വില കൂടിയതാണോ അതോ നേരത്തെ ഈ വിലയാണോ? അല്ല, വില ഇത് തന്നെയാണ്. വില അല്പം എന്നാലും ഇച്ചിരി മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഈ നമ്മുടെ ട്രാവലിങ്ങും അതും മറ്റുമെല്ലാം അല്പം റേറ്റിൽ വ്യത്യാസം വന്നിട്ടുള്ളതാണ്. നേരത്തെ കാലം ഇപ്പം റേറ്റ് ചിലപ്പോൾ ചെറിയൊരു മാറ്റം. ഇവിടുന്ന് യാത്ര ചെയ്ത് എത്ര ദിവസം എത്തുമ്പോൾ ഇവിടെ എത്തും? നമുക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയാവില്ല, അതിനകത്ത് എത്തും. ഈ വരുന്ന വഴികളിൽ ലോഡുകളെ ഒരുപാട് പോലീസ് പിടുത്തവും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തീർച്ചയായും ഉണ്ടാവുമല്ലോ. ചെക്ക് പോസ്റ്റിലൊക്കെ അത് പ്രശ്നം ഉണ്ടാവുമല്ലോ. മൃഗങ്ങളെ കൊണ്ടുവരാൻ അത് എന്തായാലും പ്രശ്നം ഉണ്ടാവുമല്ലോ. നമ്മൾ അതൊക്കെ തരണം ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ എത്തിക്കുന്നത്. കർഷകർ സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാലേ പോത്തിനെ വളർത്തിയ ലാഭമില്ല, തീറ്റി പൈസ മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞത് ലാഭമില്ലെന്ന്? ഏറ്റവും നല്ല ബിസിനസ് ലാഭമല്ലേ? ഞങ്ങളിവിടെ ഏകദേശം 1 ലക്ഷം കുട്ടികൾ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് ഇപ്പോൾ തുടങ്ങിയല്ല, ഒരുപാട് നാളായി. ഇത് ഏകദേശം 1.5 വർഷം കൊണ്ട് ഞങ്ങളിവിടെ കൊടുക്കുക. ഞങ്ങൾ ആദ്യ സ്റ്റെപ്പിൽ ഭയങ്കര ബിസിനസ്സായിരുന്നു. ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സാധനം ഷോർട്ടാണ്, വരുന്നില്ല. ഈ സാധനം വളരെ ഷോർട്ടാണ്, വരുന്നില്ല. കിട്ടാൻ തന്നെ പാടാണ്. ഇതിപ്പോൾ ഭയങ്കര ഡിമാൻഡായിരിക്കുകയാണ്. ഞങ്ങൾക്കിത് നല്ല ബിസിനസ് ഉള്ളതാണ്. വാങ്ങിക്കുന്നവർ പിന്നെ അത്രയും ഈ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു വരുമ്പോൾ അത്രയും ലാഭം ഇല്ലാഞ്ഞിട്ട് ആരും വാങ്ങിക്കില്ലല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ വളർച്ച കണ്ടില്ലേ? ഇതുമാതിരി വളരും. ഇതിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ ആഹാരം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഉഴുന്ന് പൊടി, ഗോതമ്പ് തകിട്, പുളിയുടെ പൊടിയാണ്, പുളിപ്പൊടി, പിന്നെ പരുത്തി പിണ്ണാക്ക്. ഇതാണ്. പിന്നെ എന്ത് കൊടുത്താലും അത് കഴിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന ചോറിൻ്റെ ബാക്കി വന്നാലും അത് കഴിക്കും, എന്ത് വന്നാലും അത് കഴിക്കും. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഫുഡായിട്ട് കൊടുക്കുന്നത് നമ്മൾ. ഇത് ഈ നിൽക്കുന്ന കുട്ടികളൊക്കെ എത്ര മാസം പ്രായം കാണും? എന്തോ 1 വയസ്സ് തികഞ്ഞായിരിക്കും അതോ? ഇതൊക്കെ ഒരു 6 മാസം 7 മാസത്തിനകത്തൊക്കെ വരുള്ളൂ. ആ പ്രായമേ വരുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് വളർച്ച വരുമ്പോൾ 2.5 വയസ്സൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് തന്നെ പൂർണ്ണ നല്ല വളർച്ചകളൊക്കെ എത്തുന്നത്. നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ടോ അതോ? കേരളത്തിലില്ല, നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ ഫുള്ള് നമുക്ക് ഡെലിവറി ഉണ്ട്. ട്രിവാൻഡ്രം ജില്ലയിൽ നമ്മളിവിടെ കൊടുക്കും. ഡെലിവറി ചാർജ് നമ്മൾ തന്നെ ചെയ്യുമോ അതോ? ഇല്ല, അത് കസ്റ്റമർ തന്നെയാണ് ചെയ്യണം. കാരണം നമ്മുടെ റേറ്റാണ് പറയുന്നത് 180. നമ്മുടെ റേറ്റാണ്. മറ്റേ കസ്റ്റമറാണ് ട്രാവലിംഗ് നോക്കേണ്ടത്. എങ്ങനെ ലോഡും കാര്യങ്ങളൊക്കെ എത്ര ദിവസം കൂടുമ്പോഴാണ് വരുന്നത്? ഇത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കിടക്കുന്ന ഈ സാധനങ്ങളെല്ലാം തീരാറാവുന്ന സമയത്ത് നമ്മൾ അടുത്ത ലോഡിന് ഓർഡർ കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച 1.5 അവിടെ കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലോഡിന് കയറും. അങ്ങനെ വരുന്നത്. പുതുതായിട്ട് വളർത്തുന്നവർക്ക് നല്ലൊരു ബിസിനസ്സാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് വളർത്തുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കറക്റ്റ് മനസ്സിലാവും. ഇത് നല്ലൊരു ബിസിനസ്സാണ്. ഇത് വളർത്താൻ പെട്ടെന്ന് വളരുന്നതാണ്. പെട്ടെന്ന് ഇത് നല്ല ഇറച്ചിപ്പരുവായി കിട്ടുന്ന സാധനമാണ്. ഇത് വളർത്തുന്നവർക്ക് ആർക്കും ഇത് ദോഷം വരില്ല. ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ആരും കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. എല്ലാവരും നന്നായിട്ട് വളർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ലാഭം എടുക്കുന്നവരേ ഉള്ളൂ. എല്ലാവർക്കും ലാഭം കിട്ടിയിട്ടേ ഉള്ളൂ. ഇതിനെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടേ വളർത്തിയിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ എടുക്കുമോ? നമ്മളെടുക്കും. മാർക്കറ്റ് വില അനുസരിച്ച് നമ്മൾ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മളെടുക്കും.